ഹലോ, അസ്സാം വലൈക്കും ഗൈസ്. ദേ ഇത് കണ്ടോ, ഇന്ന് ഹുദു നേരത്തെ വന്ന്. എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് ഭയങ്കര വിശപ്പായിരുന്നു. എങ്ങൊന്നും ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വന്നിരുന്ന് മുട്ട പൊരിക്കുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്ത്. ദേ ഞാൻ മുട്ട പൊരിച്ചിട്ട് രണ്ടുമൂന്ന് കഷ്ണങ്ങളാക്കി അവനിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവനിക്കിന്ന് എന്തോ ഒരു ഭയങ്കര വെപ്രാളായിരുന്നു. സാധാരണ അങ്ങനെ ഭയങ്കര നമ്മളെ തൊട്ടടുത്ത് വരൂലായിരുന്നു. ഇത്തിരി ഒരു 4-5 ഇഞ്ച് ഗ്യാപ്പിട്ടേ ഇരിക്കത്തുള്ളായിരുന്നു. ഇന്നതേ അടുത്ത് വന്നിരുന്നിട്ടാണ് അവൻ കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് തന്നെ മേടിച്ച് കഴിക്കുക അവൻ. എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ വില അല്ലേ. ഹുദുവിന് തീറ്റ എടുക്കുന്ന സമയത്ത് സിൽവയെ വെളിയിലിറക്കാൻ പറ്റില്ല. സിൽവയെ കണ്ട അവനിക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ സിൽവ നല്ല തരം കിട്ടിയാൽ അവനെ പിടിക്കാൻ പാകത്തിലാ നിൽക്കുന്നത്. അതുകൊണ്ട് അവനിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ സിൽവയെ പുറത്തിറക്കുന്നത്. ഞാൻ ഇപ്പോൾ സിൽവയ്ക്ക് ട്രീറ്റ് കൊടുത്തിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് ഇന്ന് പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ അവനിക്ക് ട്രീറ്റ് മേടിച്ചിട്ട് വന്ന്. അത് മനഃപൂർവ്വം വാങ്ങിക്കൊടുക്കാത്തതല്ല. ഞാൻ എന്നും കാറ്റ് ഫുഡ് വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ചോദിക്കും, ട്രീറ്റ് വന്നോ എന്നപ്പോഴേക്ക് അവർ പറയും ഇല്ല, വന്നിട്ടില്ല എന്ന്. അങ്ങനെ ഇന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ് വന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു കവർ മേടിച്ചിട്ട് വന്ന്. ഇന്ന് ഞാൻ അവനിക്ക് ഇതേ ഹുദുവിന് ഫുഡ് കൊടുത്ത് തീരുമ്പോഴത്തേക്കും ഞാൻ അവനിക്ക് ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ട്രീറ്റ് കൊടുത്തോണ്ടാവും ഭയങ്കര കാര്യമായിരുന്നു. വെള്ളം അടിക്കാൻ വേണ്ടി, ചെടിയൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ എൻ്റെ പുറകെ തന്നെ നടന്നു. ഈ ചൂട് മനുഷ്യർക്ക് തന്നെ താങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് എന്തൊരു ചൂടാണ്. അപ്പോൾ പാവം ഈ പക്ഷികളെയും മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ പാവം. അവത്തുങ്ങൾക്ക് എന്താ പറയുക, എവിടെയെല്ലാം അന്വേഷിച്ചാലാണ് കഴിക്കാൻ ഫുഡ് വെള്ളമൊക്കെ കിട്ടുന്നത്. അപ്പോഴല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം എത്ര വലുതാണ്. ചെന്ന് മേശപ്പുറത്തിരിക്കുമ്പോഴത്തേക്കും ആഹാരം വെള്ളം എല്ലാം നമ്മുടെ കയ്യിൽ. എഴുത്തുങ്ങളെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടിയാൽ കിട്ടി, ഇല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് എപ്പോഴും ശുക്ർ ചെയ്യണ്ടേ. ഇത് എൻ്റെ സിൽവ ഉണ്ടോ, അവൻ ഭയങ്കര സന്തോഷത്തിൽ വലിയ ആളായിട്ട് നിന്ന് കഴിക്കുക. ഇപ്പം എനിക്ക് മോനുണ്ടാവണതിന് മുമ്പ് വരെ ഞാൻ സിൽവയെ എപ്പോഴും എടുത്തിട്ടാണ് നടന്നത്. ഇപ്പം കുഞ്ഞിന് അലർജി ഉള്ളതുകൊണ്ട് അവൻ്റെ പൂടെയൊക്കെ പറക്കുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞതായി അവനെ കൊടുത്തു കളയാൻ. പക്ഷെ ഞാൻ അത്രയും കൊഞ്ചിച്ച് വളർത്തിയതായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ മനസ്സൊന്നുമില്ല. അതുകൊണ്ട് എടുക്കത്തില്ല, ദൂരോട്ട് നിർത്തിയാണ് ഇപ്പം നോക്കുന്നത്. പിന്നെ എനിക്ക് ഹെയറൊക്കെ ചീകി കൊടുക്കുന്നത് വാപ്പായാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കൊഞ്ചിക്കാൻ വരും. അന്നവന് ഭയങ്കര സ്നേഹമായിരിക്കും. പാവല്ലേ. ഇപ്പം ഇവൻ എൻ്റെ ഇവിടെ വന്നിട്ട് 3 വർഷമായി സിൽവ. അവനിക്ക് 3 വയസ്സും ഉണ്ട്. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻറ്റും ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിൽ സിൽവയുടെയും ഹുദുവിൻ്റെയും കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും.